ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് CHSL 2024 ക്രാഷ് കോഴ്സിലെ ഓൾജിബ്ര എന്നുള്ള ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിനോടകം ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. ഇനി ജോമെട്രിയുടെ ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ബാക്കി ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എക്സാമിന് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പം നമ്മുടെ മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ക്രാഷ് കോഴ്സ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കുന്നത്. ഇപ്പൊ കംപ്ലീറ്റ് ആക്കുമെന്ന് പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആക്കും. ബാക്കി നിങ്ങളുടെ ചുമതലയാണ് അത് നന്നായിട്ട് പഠിച്ച് സെറ്റായി പോകേണ്ടത്. ഓക്കെ, ഇപ്പൊ നമ്മളുടെ ക്ലാസ്സിന്റെ കാര്യം അറിയാം. എല്ലാ ക്വസ്റ്റ്യൻസിനും ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള മെത്തേഡ് ആയിരിക്കും, ഏറ്റവും വേഗത്തിൽ. നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടില്ലാത്ത മെത്തേഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും കിട്ടുന്നത്, അതും എക്സാം മെത്തേഡ്. ഓക്കെ, ഇപ്പൊ ഈ ക്രാഷ് കോഴ്സിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, അതായത് ഒരു മാസം മുമ്പേ തുടങ്ങിയ ഒരു ക്രാഷ് കോഴ്സിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെ പോയി അവിടെ പോയി എക്സാം ചെയ്യണം, എക്സാമിന് എങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതായിരിക്കും നമ്മൾ ഓരോ ക്ലാസ്സിലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഇതിന് മുന്നത്തെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ അത് പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് എങ്ങനെ എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യണം? അത് ഫുൾ ക്ലാസ്സുകളും മാത്സിന് തന്നെ ഏകദേശം 20ഓളം ക്ലാസ് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സെറ്റ് ആക്കണം. ഓക്കെ, ഇനി ഓൾജിബ്രയുടെ കാര്യം പറയുവാണെങ്കിൽ, ഓൾജിബ്ര നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ടുപിടിക്കുന്ന ഏതൊക്കെയാണ് എന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരാം ഏതൊക്കെയാണ് ക്ലാസ്സുകളെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് ആദ്യം ഞാൻ ആ പ്ലേലിസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് ദിശ അക്കാഡമി സെർച്ച് ചെയ്യുക. ഓക്കെ, ദിശ അക്കാഡമി സെർച്ച് ചെയ്തതിന് ശേഷം ഓക്കെ നമ്മുടെ ചാനൽ വരും. അതിൽ പ്ലേലിസ്റ്റ് എടുക്കുക. പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ ഇതാണ് CHSL 2024 ഫ്രീ കോഴ്സ്. അങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫ്രീ കോഴ്സ് എടുക്കുക. എന്നിട്ട് അതിൽ നമ്മുടെ മാത്സിൻ്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി മുതലുണ്ട് എല്ലാത്തിൻ്റെയും. പിന്നെ നമ്മുടെ മാത്സിൻ്റെ ക്ലാസ്സുകൾ, എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. റീസണിംഗ് ഉണ്ട്. ഓക്കെ, ഞാൻ പറയുന്നു മാത്സിൻ്റെ ഡേ 1. ഓക്കെ, സിംപ്ലിഫിക്കേഷൻ, നമ്പർ സിസ്റ്റം, LCM SCF, ഓക്കെ, പെർസെൻറ്റേജ്, റേഷ്യോ, പ്രൊപ്പോർഷൻ എല്ലാം ഉണ്ട്. എല്ലാം ടൈം വർക്ക്. ഓക്കെ, എല്ലാം അവിടെ കിടക്കുന്നു. സിമ്പിൾ ഇൻഡസ്ട്രി ആണെങ്കിൽ സിമ്പിൾ ഇൻഡസ്ട്രി എടുത്ത് കാണാം. സിമ്പിൾ ഇൻഡസ്ട്രി കാണുക. അടുത്ത ചാപ്റ്റർ ടൈം, സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് എല്ലാം ഉണ്ട്. 41 മിനിറ്റ് ഒക്കെ ക്ലാസ്സുകളുണ്ട്. ഓക്കെ, അതേപോലെ ട്രെയിനിന്റെ പ്രോബ്ലംസ് ഉണ്ട്, അത് 45 മിനിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും, മിക്സർ അലിഗേഷൻ ഉണ്ട്, ട്രിഗ്നോമെട്രി ഉണ്ട്, ട്രിഗ്നോമെട്രി, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എല്ലാത്തിൻ്റെ ക്വസ്റ്റൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു പ്ലേലിസ്റ്റിൽ നിന്നും നമ്മൾ ക്വസ്റ്റൻസ് എടുക്കുന്നത്. ഓക്കെ, ഇത് അറിയാത്ത കുറേ പേരുണ്ട്. കുറേ പേര് പറഞ്ഞിട്ട് അവർ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓൾജിബ്രയുടെ ക്ലാസ് കേൾക്കാം. അപ്പോൾ ഇതിലെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ മസ്റ്റായിട്ട് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ആദ്യത്തെ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ആദ്യത്തെ ഒരു 5 ക്ലാസ്സിൽ നല്ല വ്യൂസ് ആയിരിക്കും. അടുത്ത ക്ലാസ്സുകൾ വരുമ്പോൾ വ്യൂവിന്റെ എണ്ണം കുറയും. അതിന്റെ അർത്ഥം എന്താണ്? സീരിയസ് ആയിട്ട് പഠിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അപ്പൊ സീരിയസ് ആയിട്ട് പഠിക്കുന്നവർക്ക് മാത്രമേ അവിടെ ഒരു എക്സാമിന് ഒരു പാസ്സായി നിങ്ങൾക്ക് ജോലി കിട്ടത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ആദ്യം വന്ന് കുറച്ച് തുടങ്ങി വെച്ചിട്ട് പോയിട്ട് കാര്യമില്ല. തുടങ്ങുവാണെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കുക. ആ ഒരു മൈൻഡ് ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് ആ ഡെഡിക്കേഷൻ നിങ്ങളുടെ ഉള്ളിൽ വേണം. കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇത്രയും ക്ലാസ്സുകൾ വളരെ വേഗത്തിൽ എക്സാമിന് നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മാത്സ് നിങ്ങൾ അതെടുത്ത് കണ്ടിട്ട് അതിനകത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ എവിടെ പറയുന്നുണ്ട്, കാണേണ്ടത് എവിടെ നിന്നാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ദിശ അക്കാഡമി ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഓൾജിബ്രയാണ്. ഓൾജിബ്ര എന്ന് സെർച്ച് ചെയ്ത് ഇത്ര മതി. ഒരു പേരടിക്കുക, നമ്മുടെ ദിശ അക്കാഡമി അടിക്കുക, ഓൾജിബ്ര എന്ന് സെർച്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് വരും. ഞാൻ കാണിച്ചു തരാം ഏതൊക്കെ കാണേണ്ടതെന്ന്. ഇപ്പോൾ ഇത് ഓൾജിബ്ര ആദ്യത്തെ ക്ലാസ് ഇത് കാണും. CHSL 23 ചെയ്ത ഈ ക്ലാസ് ഓൾജിബ്ര നമ്പർ 1. അപ്പോൾ ഇതിന് തന്നെ ഒരു 3 പാർട്ടുണ്ട്. അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. ഇങ്ങനെ സെർച്ച് ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ ഇതിന്റെ ബാക്കിയായിട്ട് നിങ്ങൾക്ക് സെഷനായിട്ട് വരും. ഇനി കാണേണ്ടത് ഈ ക്ലാസ് CGL 2024 വേണ്ടി ഓൾജിബ്ര. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്ലാസ്സുകളാണ് കേട്ടോ. ക്ലാസ് 1 ഓൾജിബ്ര. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഈ ബേസിക് കാര്യങ്ങളൊന്നും പറയത്തില്ല, അതെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇത് കാണണം. എന്നിട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെ വേഗത്തിൽ ചെയ്യാമെന്നായിരിക്കും നമ്മുടെ ക്രാഷ് കോഴ്സിൽ ചെയ്യുന്നത്. ഓക്കെ, ഇത് രണ്ടാമത്തെ ക്ലാസ്. ഇതിന്റെ സെക്കൻഡ് പാർട്ട്. ഓക്കെ, ഇതിന്റെ സെക്കൻഡ് പാർട്ട് അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഓൾജിബ്രയുടെ ഈ 4 ക്ലാസ്സുകളാണ് ചെയ്തിട്ടുള്ളത്. ഷോർട്ട് ട്രിക്ക് ഉണ്ട്. ഓക്കെ, വരുന്ന ക്ലാസ്സുകളെല്ലാം കണ്ടോ? ഓക്കെ, അങ്ങനെ ഒരു 5 ക്ലാസ്സുകളുണ്ട് അവിടെ. ഓക്കെ, അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഫൗണ്ടേഷൻ ബാച്ച് നമ്മളുടെ ആപ്ലിക്കേഷനിൽ നിന്നും എടുക്കും. ഓക്കെ, അപ്പോൾ അത്രയും ക്ലാസ്സുകൾ മസ്റ്റായിട്ടും ഒരു തുടക്കം എന്നുള്ള നിലയിൽ കാണണം, എന്തായാലും കാണണം. ബാക്കി ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ നിന്നും ഫുള്ള് ആയിട്ട് കാണണമെങ്കിൽ എന്ത് ചെയ്യാം? സെറ്റ് ആക്കുന്നതാണ്. അതിനകത്ത് ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ട്, മാത്സിന് മാത്രമായിട്ട് CGL ബാച്ച് ഉണ്ട്. ഓക്കെ, അതേപോലെ റെയിൽവേ എല്ലാത്തിനുള്ള കോഴ്സസ് ഉണ്ട്. നിങ്ങൾക്ക് അതിന്റെ ഡെമോ ക്ലാസ് ഒക്കെ കണ്ട് എന്ത് ചെയ്യാം? സെറ്റ് ആക്കാവുന്നതാണ്. ഓക്കെ, എല്ലാത്തിനും ക്ലാസ് ഉണ്ട്. നിങ്ങൾക്ക് അത് ഡെമോ ക്ലാസ് കണ്ട് എടുക്കാവുന്നതാണ്. മാത്സിന് മാത്രമായിട്ടുള്ളതുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബേസിന് വേണ്ടിയോ വേറെ ഒന്നിനു വേണ്ടിയോ എവിടെ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. യെസ്, ഇത് ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. കൊല്ലത്തും ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. അതുപോലെ ഇത് CHSL ഓൺലൈൻ കോഴ്സിന്റെ കാര്യമാണ്, ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്ലേലിസ്റ്റ് എടുക്കുന്നത് മനസ്സിലായി. അപ്പോൾ ഇതിന് മുമ്പത്തുള്ള ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ അത് പോയി ദയവായിട്ട് കാണുക. ഇതിന്റെ ഒരു 2-3 ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ ലെവൽ മനസ്സിലാവും. നിങ്ങൾക്ക് എങ്ങനെയാണ് ബാക്കിയുള്ള ക്ലാസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് വ്യത്യാസമാവുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ക്ലാസ്സുകൾ തരുന്നത്.
എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ വെറുതെ ഒന്നും സംസാരിക്കുന്നതിലെല്ലാം ക്ലാസ്സിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ സമയം വാല്യൂബിൾ ആണ്, എൻ്റെ സമയം എന്താണ് വാല്യൂബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ക്ലാസ് സെറ്റ് ചെയ്ത് തരുന്നത്. യെസ്, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. മറ്റേ ക്ലാസ്സുകളെല്ലാം കണ്ടിട്ടാണ് വരുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അത് കണ്ടില്ലെങ്കിൽ അത് മസ്റ്റായിട്ട് കാണും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ പെയ്ഡ് ക്ലാസ് എടുത്തവർക്ക് എന്താണ് അതിൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, ഇതെല്ലാം ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരിക്കലും സെയിം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യത്തില്ല. അപ്പോൾ അതെടുത്തവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആണിത്. അപ്പോൾ അതെടുത്തിട്ട് അതിന്റെ പ്രാക്ടീസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് വളരെ വേഗത്തിൽ എങ്ങനെയാണ് ഞാൻ എക്സാമിന് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യും സെറ്റ് ചെയ്ത് പോകും. വേറെ ബേസിക് കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറയത്തില്ല, എല്ലാം അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. യെസ്, എക്സ് പ്ലസ് 1/3 ആണെങ്കിൽ x raised to 4 + 1/4, അപ്പോൾ 947 747. ഓക്കെ, കഴിഞ്ഞു. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. എക്സ് പ്ലസ് 1/k ആണെങ്കിൽ x² + 1/2 എന്ന് പറഞ്ഞാൽ k² - 2 ആണ്. അപ്പോൾ ഇതിന്റെ സ്ക്വയർ -2 7 വരും. ഇനി അതിന്റെ അടുത്ത പവർ ആണ് x raised to 4 എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ -2. ഇതിന്റെ സ്ക്വയർ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാവാത്തൊരു കാണും, അവരെന്താണ് ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവരാണ്. അത് കണ്ടാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ മാത്രം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് CHS എക്സാമിന് പോയി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ എക്സാമിന് ചെയ്യേണ്ടത്, എങ്ങനെയായിരിക്കണം നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചെയ്യേണ്ടത് എന്നാണ് ക്രാഷ് കോഴ്സിലൂടെ കാണിക്കുന്നത്. അങ്ങനെയല്ല നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അവിടെ പ്രിപ്പറേഷനിൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതിൽ പ്രശ്നമുണ്ട്, അത് കറക്റ്റ് ചെയ്യാനുള്ള സമയമായി. അതാണ് ആ തിരിച്ചറിയലാണ് നിങ്ങളെ എക്സാമിന് എന്ത് ചെയ്യുന്നത്, ഒരു എക്സാം ലെവലിലോട്ട് എത്തിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടിയാണ് ഈ ക്രാഷ് കോഴ്സുകളൊക്കെ ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ക്വസ്റ്റ്യൻസ് ഞാൻ എക്സാം മെത്തേഡിൽ ചെയ്യുന്നത്, അല്ലാതെ നിങ്ങളെ പേടിപ്പിക്കാനോ ഒന്നും വേണ്ടിയല്ല. എല്ലാ കാര്യങ്ങളും എവിടെയാണെന്നും എന്താണെന്നും ഒന്നും നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ഫൗണ്ടേഷൻ ബാച്ചിലുണ്ട്, നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് എക്സാമിന് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെയല്ല ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, നിങ്ങൾക്ക് അവിടെ ഇംപ്രൂവ്മെന്റിന്റെ സ്കോപ്പ്, ആ ഇംപ്രൂവ്മെന്റ് ചെയ്ത് ആ ഇംപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന്റെ റിസൾട്ടിനോട് അല്ലെങ്കിൽ ജോലിയോട് കൂടുതൽ അടുക്കും. അതാണ് നമ്മളുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യൂട്യൂബിൽ ഇങ്ങനത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ദ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പൊ ഇന്ന് കുറെ പേര് എൻ്റെ അടുത്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് ഞാൻ അതിന്റെ ക്വസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുന്നതെന്നും ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കും. റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഇതിന്റെ റൂട്ട് വേണം. അപ്പൊ റൂട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെ, ഇവിടെ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടുവാണെങ്കിൽ നമ്മൾ CBSE-കാരൊക്കെ സ്കൂളിലെ പഠിക്കുന്നതാണ്. നമ്മളെ സ്റ്റേറ്റ് സിലബസിൽ എന്ത് ചെയ്തില്ല, ഇത് ഈ മെത്തേഡ് പഠിപ്പിക്കത്തില്ല. നമ്മുടെ -b + or √(b²-4ac/2a) ആ മെത്തേഡ് വെച്ചായിരിക്കും ചെയ്യുന്നത്. പക്ഷെ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് അതല്ല വേണ്ടത്. അപ്പൊ എങ്ങനെയാണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിടക്കുവാണെങ്കിൽ ax² കുറച്ച് ഡീറ്റെയിൽഡ് പറയാം, bx + c = 0. ഇതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം. അപ്പൊ ഇവിടെ ജനറൽ ഫോം ആണ്. ഓക്കെ, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ കിടക്കുന്നുണ്ടല്ലോ, സിക്ക് വരെ കിടക്കുന്ന -2, ഇതാണ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്. അതായത് രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റ് എത്ര ആയിരിക്കും, -2. ഈ കിടക്കുന്ന b ഉണ്ടല്ലോ, എക്സിന്റെ കോഎഫിഷ്യന്റ് ഇനിയാണ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും എന്ന് പറയുന്നത് സം ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ 1. അപ്പൊ സമ്മ് 1ഉം റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, x². അതായത് ഇവിടെ രണ്ട് വാല്യൂസ് ഉണ്ട് എക്സിന്, ആ രണ്ട് വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യും, സാറ്റിസ്ഫൈ ചെയ്യും. അതിനാണ് നമ്മൾ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതെല്ലാം നമ്മൾ ഫൗണ്ടേഷൻ ബാച്ചിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ട് വേണം. യെസ്, അപ്പൊ ഇവിടെ പ്രോഡക്റ്റ് -2 സമ്മ് 1ഉം ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് എടുക്കണം. അതേതാ രണ്ട് നമ്പേഴ്സ്, -2 പ്രോഡക്റ്റും സമ്മ് 1ഉം ആയിട്ടുള്ളത്. പ്രോഡക്റ്റ് -2 വരണം, സമ്മ് 1 വരണം. ഓക്കെ, സമ്മ് പോസിറ്റീവ് വരണം. 2ഉം -1ഉം ആണ്. 2ഉം -1ഉം പ്രോഡക്റ്റ് -2 സമ്മ് എത്രയാണ്, 1 ആണ്. അത് നിങ്ങൾ ഡെയിലി മാത്സിന്റെ എക്സസൈസും ചെയ്യാം. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, അപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് x + 2 × x - 1 = 0 എന്ന് എഴുതാം. ഇത് പ്രോഡക്റ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സെയിം x² + x - 2 കിട്ടത്തുള്ളൂ. നമുക്ക് ചോദിച്ചേക്കുന്നത് എന്താണ്, എക്സിന്റെ വാല്യൂ. അപ്പൊ നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഇങ്ങനത്തുള്ള പ്രോഡക്റ്റ് -2ഉം സമ്മ് 1ഉം ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിച്ചിട്ട് ആ നമ്പേഴ്സ്, ഇത് പ്ലസ് ആണെങ്കിൽ x + 2, മൈനസ് ആണെങ്കിൽ x - 1 × x - 1 = 0. അപ്പൊ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും, x² + x - 2 = 0 എന്ന് തന്നെ കിട്ടും. ഇതാണ് ഇതിനെ ഫാക്ടറൈസ് ചെയ്യുന്നത്. ഇതിന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്, x + 2ഉം x - 1ഉം ആണ്. അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്ന റൂട്ടിന്റെ വാല്യൂ, അതായത് എക്സിന്റെ ഡിഫറന്റ് ആയിട്ടുള്ള രണ്ട് വാല്യൂസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രത്തോളം ഡീപ്പായിട്ടാണ് നമ്മൾ ആ ഇത്ര കുറഞ്ഞ സമയത്താണ് ഞാൻ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ എക്സിന്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എക്സിന്റെ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇത് x - 2 = 0 ആണ്, x + 2 = 0 ആണ്, x എന്ന് പറഞ്ഞാൽ -2 ആണ്, x - 1 = 0 ആണ്, x എന്ന് പറഞ്ഞാൽ +1 ആണ്. കാര്യം പ്രോഡക്റ്റ് 0 വരണമെങ്കിൽ രണ്ടും എന്തായെങ്കിലും പറ്റൂ, 0 ആയെങ്കിലും പറ്റൂ. നിങ്ങൾ എന്ത് ചെയ്താൽ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കണ്ട, ഇങ്ങനെ ആ രണ്ട് വാല്യൂസ് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്താൽ ചിഹ്നം ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ, അപ്പൊ ഇത് +2 ആക്കണം, ഇത് പ്ലസ് ആയിരുന്നു, ഇത് മൈനസ് ആക്കണം, ഇത് +1 ആക്കണം. അപ്പൊ നമ്മുടെ എക്സിന്റെ വാല്യൂസ് അല്ലെങ്കിൽ റൂട്ടിന്റെ, ഇതാണ് റൂട്ട് എന്ന് പറയുന്നത് കേട്ടോ, റൂട്ട് ഓഫ് ഇക്വേഷൻ. ഇപ്പൊ റൂട്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇപ്പൊ റൂട്ടിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തൊരു -2ഉം +1ഉം. ഓപ്ഷൻ എവിടെ കൊണ്ട് -2ഉം +1ഉം, ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ ചെയ്യും. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വരുമ്പോൾ എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ ചെയ്യണം. ഇനി ക്വസ്റ്റൻസ് വരും, അപ്പൊ ഞാൻ വളരെ വേഗത്തിൽ പറയത്തുള്ളൂ. പിന്നെ ഒരു എക്സ്ട്രാ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ 2x² + x - 2 = 0 ഇങ്ങനെയായിരുന്നു ഇക്വേഷൻ എന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇവിടെ വന്ന് ഇങ്ങനെ എക്സ്ട്രാ വന്നു, ഇവിടെ നമുക്ക് 1 ആയിരുന്നു, ഇവിടെ നമുക്ക് എന്ത് വന്നു, എക്സ്ട്രാ കോഎഫിഷ്യന്റ് വന്നു. അപ്പൊ നമ്മുടെ ഈ പ്രോഡക്റ്റ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം,
2 ഇൻറ്റു -2 പ്രോഡക്റ്റ് -4ഉം സം ഇവിടെ കിടക്കുന്നത്. സം എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഫിഷ്യന്റ് 1 ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ്. ചിലപ്പോൾ കാണത്തില്ല, അങ്ങനെ നമ്പേഴ്സ് കാണത്തില്ല, അതനുസരിച്ചായിരിക്കും നമുക്ക് വേണ്ടത്. അങ്ങനെ രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. ആ രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ കിട്ടുന്ന വാല്യൂവിനെ ചിഹ്നം മാറ്റണം. പ്ലസ് ആയിട്ടുണ്ടെങ്കിൽ മൈനസ് ആക്കണം, മൈനസ് ആയിട്ടുണ്ടെങ്കിൽ പ്ലസ് ആക്കണം. എന്നിട്ട് ഈ ഡിവൈഡഡ് ബൈ ഈ 2 കൊണ്ട് എന്ത് ചെയ്യണം, ഇവിടെ കിടന്ന കോഫിഷ്യന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. അതാണ് എക്സ്ട്രാ വരുന്നത്. ഇവിടെ ഇപ്പോൾ കോഫിഷ്യന്റ് വരുവാണെങ്കിൽ, ഇവിടെ കോഫിഷ്യന്റ് വരാത്തതുകൊണ്ട് ഇവിടെ 1 ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇവിടെ ഡിവൈഡഡ് ബൈ 1 ഉണ്ട്. ഈ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്രാഷ് കോഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാനുള്ള വഴിയുള്ളൂ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതേപോലത്തുള്ള ക്വസ്റ്റൻസ് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സ്റ്റാൻഡേർഡ് റെപ്രസെന്റേഷൻ ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ ഇതിന്റെ സ്റ്റാൻഡേർഡ് റെപ്രസെന്റേഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, എക്സ് സ്ക്വയറിന് എന്ത് വരും നോക്കാം. ഓക്കെ, എക്സ് സ്ക്വയർ വരുന്നത് എവിടേക്കാണ്, ഇവിടെ എക്സ് ക്യൂബാണ് വരുന്നത്. ഇവിടെ -1 ഇൻറ്റു എക്സ് സ്ക്വയർ, ഇവിടെ -x സ്ക്വയർ വരും. വേറെ ഇവിടെ എക്സ് സ്ക്വയറിന് വരത്തില്ലല്ലോ, ഇല്ല. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ -x സ്ക്വയർ. ഇനി എക്സ് സ്ക്വയറിനെ മാത്രം നോക്കാം, എക്സ് ക്യൂബ് നോക്കണ്ട, -3x നോക്കണ്ട, 3 ഇൻറ്റു ഇവിടെ +3 ഇൻറ്റു എക്സ് സ്ക്വയർ. അതായത് റൈറ്റ് സൈഡിൽ എന്ത് വരും, +3x സ്ക്വയർ വരും, +3x വരും. വേറെ എക്സ് സ്ക്വയർ ഒന്നും വരത്തില്ലല്ലോ. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന എക്സ് സ്ക്വയർ ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആവും, 4x സ്ക്വയർ ആണ് നമ്മുടെ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതല്ല ആൻസർ. ഇനി നമുക്ക് ഏതേക്കാം, എക്സിന്റെ കോഫിഷ്യന്റ് നോക്കാം. ഓക്കെ, എക്സിന്റെ കോഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഇവിടെ ഒരു +x ഉണ്ട്, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. അപ്പോൾ +x ലെഫ്റ്റ് സൈഡിൽ വന്നു, ഇവിടെ -3x ഉണ്ട് കേട്ടോ, ഇവിടെ -3x ഉണ്ട്, -3x. വേറെ എക്സ് ഒന്നും ഇല്ലല്ലോ, ഇല്ല. ഇവിടെ എക്സ് ക്യൂബ് ആണ്. ഓക്കെ, -3x റൈറ്റ് സൈഡ് വരുന്നു. അപ്പോൾ ഈ എക്സ് ഇവിടെ പോകുമ്പോൾ -x ആവും, അപ്പോൾ -4x. അപ്പോൾ നമ്മുടെ ആൻസറിനകത്ത് എന്ത് കാണും, എക്സ് സ്ക്വയർ കാണും, -4x ആണ്. എക്സ് സ്ക്വയർ കാണും, -4x ആണ്. ഇവിടെ ഉണ്ട് ഓപ്ഷൻ ഡി. നിങ്ങൾ ഇതിനെ ഫുള്ള് മൾട്ടിപ്ലൈ ചെയ്യാനോ എഴുതാനോ ഒന്നും നിൽക്കണം. ഇതിനാണ് നമ്മുടെ എക്സാം മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ എവിടെ പോയി നോക്കിക്കോ, ഇങ്ങനെ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിച്ച് സെറ്റായ ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ പ്രാക്ടിക്കലായിട്ട് പ്രൂവൻ ആയിട്ടുള്ള സൊല്യൂഷനാണ്. ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ എക്സാമിന് ചെയ്യേണ്ടത്. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, അതൊന്നും ആരും വന്ന് അവിടെ നോക്കാൻ പോകുന്നില്ല. നിങ്ങൾ എത്ര സമയത്തിനുള്ളിൽ എക്സാം കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ട്രൈ ചെയ്യാം. ഇതൊക്കെ അടിപൊളി സൊല്യൂഷൻ ആണ്. നിങ്ങൾക്ക് മലയാളത്തിൽ എവിടെയും ഇത് കിട്ടൂല, ഇങ്ങനത്തെ ക്ലാസ്സുകളും കിട്ടത്തില്ല. ഇത്രയും കമ്പനി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് ഇത്രയും ക്ലാസ്സുകൾ തരുന്ന ഒരു ചാനൽ? അതായത് ആദ്യം മുതൽ നിങ്ങൾ മെയിനായിട്ട് കാണുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയായിരിക്കും, പെർസെൻറ്റേജ്, റേഷ്യോ, ആദ്യത്തെ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ്, മാക്സിമം ആവറേജ് വരും, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഒക്കെ പോയാൽ പോയി. ഓക്കെ, ഇങ്ങനെ ഇത്രയും ഇതായിട്ട് തരുന്ന ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ്, ഞാൻ പറയുന്നത് ഒരുപാട് ഇത് തരുന്നതല്ല, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെ ചെയ്യാൻ പറ്റും, ഇതേപോലെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. ദ റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഇതിന്റെ റൂട്ട് വേണം. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തോണം, ഇതിനെ ഇക്വേഷൻ ആക്കണം. എന്ത് ചെയ്യണം, എല്ലാത്തിനും എക്സ് കൊണ്ട് ഒന്ന് ഗുണിച്ച് നോക്കുക. എക്സ് കൊണ്ട് ഗുണിക്കുമ്പോൾ എക്സ് സ്ക്വയർ, ഇവിടെ +10, ഇവിടെ = 7x. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരേ വാല്യൂ കൊണ്ട് ഗുണിച്ചാൽ വാല്യൂ ചേഞ്ച് വരത്തില്ല. എക്സ് സ്ക്വയർ -7x. ഞാൻ ഇവിടുത്തെ 7x ഇപ്പുറത്ത് കൊണ്ടുവന്നേ, എക്സ് കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ 7x ആവും, ഇപ്പുറത്തൊരു -ആവും, +10 = 0 ആണ്. അപ്പോൾ നമ്മുടെ റൂട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സം പ്രോഡക്റ്റ് 10ഉം സം -7. പ്രോഡക്റ്റ് 10ഉം സം -7 ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയുണ്ട്, -2 -5 അല്ലെ. -2 -5ന്റെ പ്രോഡക്റ്റ് 10 ആണ്. അത് നമ്മൾ കണ്ടുപിടിച്ച് പറ്റും. അപ്പോൾ നമ്മുടെ എക്സിന്റെ വാല്യൂ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇവരുടെ ചിഹ്നം ഒന്ന് മാറ്റി കൊടുക്കും. അപ്പോൾ 2ഉം 5 ഇവിടെ ഉണ്ട്, ഓപ്ഷൻ ഡി ഒന്ന് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യണം, പടപടാന്ന് ചെയ്യണം. 2 consecutive numbers are such that 1/4 of the smaller number exceeds 1/5 of the larger number by 3. ലാർജർ നമ്പർ ഏതാണ്? അപ്പോൾ ഇത് നിങ്ങൾ ഇക്വേഷൻ, ഇത് ബുക്കിലെ മെത്തേഡ് അല്ലെങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന വേറെ ആൾക്കാർ പഠിപ്പിക്കുന്ന മെത്തേഡ് എന്തായിരിക്കും, ഒരു നമ്പർ അങ്ങ് എക്സ് അങ്ങ് എടുക്കും. അപ്പോൾ x/5 മൈനസ് x/5 എന്ന് പറഞ്ഞാൽ x-1, വലിയ നമ്പർ x ആണെങ്കിൽ മറ്റേ ചെറിയ നമ്പർ x-1/4ന്റെ കൂടെ 3 അങ്ങനെയൊക്കെ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇതേ +3 ആണ് x-1/4. നമുക്ക് ഇതൊന്നും വേണ്ട, നമുക്ക് ഓപ്ഷൻ കിടക്കുന്ന എന്തിനാണ്, നമുക്ക് ചെയ്യാനാണ്, നമുക്ക് എക്സാമിന് ചെയ്യാനാണ്. ഓക്കെ, നമ്മൾ ചെയ്യും ലാർജ് നമ്പർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ലാർജ് നമ്പർ 75 എടുത്തു. 75 എടുത്താൽ 75നേക്കായും അടുത്ത നമ്പർ കുറവാണ്, കൺസിക്യൂട്ടീവ് നമ്പർ ആണ്, അതായത് തൊട്ടടുത്ത നമ്പറാണ്. തൊട്ടടുത്ത നമ്പർ ഏത് വരും, ഇതിനൊക്കെ ഒന്ന് പറഞ്ഞുള്ള 74. അപ്പോൾ 74 നമ്മൾ എന്ത് ചെയ്യണം, 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 74 4 മൾട്ടിപ്പിൾ ആണോ, അല്ല. അപ്പോൾ നമ്മൾ 75 പറഞ്ഞ ഓപ്ഷൻ തക്കാലം എടുക്കണ്ട, മനസ്സിലായോ? അടുത്ത് 25 എടുത്തു, വലിയ നമ്പർ 25/5 എടുക്കാൻ പറ്റും. തൊട്ട് മുമ്പുള്ള നമ്പർ ഏതാ, 24, സ്മോളർ ആണ്. 24/4 കഴിയുമ്പോൾ 6 കിട്ടും. അതൊന്ന് ചെക്ക് ചെയ്യാം. 24/4 എന്ന് പറയുമ്പോൾ 6 വരും. 25/5 എന്ന് പറയുമ്പോൾ 5 വരും. ഡിഫറൻസ് 3 ആണോ, അല്ല. അപ്പോൾ ഇതല്ല ഓപ്ഷൻ. ഇനി 45 എടുത്തു. 45നേക്കാൾ തൊട്ട് മുമ്പുള്ളത് 44. 44 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 വരും. 45നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 വരും. ഡിഫറൻസ് 2 ആണ്, ഇതല്ല. അപ്പോൾ ബാക്കിയുള്ള ഇതേ ഉള്ളൂ, ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. നമുക്ക് 65 ലാർജ് നമ്പർ എടുത്തു. 65നേക്കാൾ 1 കുറവുള്ള ചെറിയ നമ്പർ സ്മോളർ നമ്പർ 64 എടുത്തു. 64ന്റെ 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 64/4 16 ആണ്. 65ന്റെ 1/5 എന്ന് പറഞ്ഞാൽ 65/5 13 ആണ്. ഡിഫറൻസ് എത്രയാണ്, ഇത് കൂടുതലല്ലേ, 3 കൂടുതലല്ലേ, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലേ, ഓപ്ഷൻ ഡി ആണ്. അപ്പൊ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്, ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്.
വിച്ച് ഓഫ് ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മെത്തേഡ്സ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കാണുന്ന ഒരു രീതി നിങ്ങൾക്ക് മാറുന്നുണ്ടെങ്കിൽ, ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ആയിട്ട് മസ്റ്റ് ആയിട്ടും പറയണം. ക്ലാസ് കണ്ടിട്ട് മാത്രം പോകരുത്, കമന്റ് ആയിട്ട് പറയണം. എങ്കിലേ ബാക്കിയുള്ളവർക്ക്, ചിലർ ഇത് എന്താ അവിടെ നടക്കുന്നത്, എന്താ നടക്കുന്നത് വിചാരിക്കും. പക്ഷെ ഇത് പഠിച്ചെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് മാത്സ് വേറെ എവിടെയും പോയി നോക്കേണ്ട കാര്യമില്ല. അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ഈ ഒരു ദിശ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വിച്ച് ഓഫ് ദ ഓപ്ഷൻസ് ഗിവൻ ബിലോ കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ് ദ നേച്ചർ ഓഫ് റൂട്ട്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. പിന്നെ ഇതിന്റെ നേച്ചർ ഓഫ് റൂട്ട് വേണം. അപ്പൊ ഇവിടെ നമുക്ക് റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. കാര്യം ഇറാഷണൽ അനലിറ്റിക്കൽ അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. കാര്യം ഈ 4√3 വരുന്നുണ്ട്. നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -b -4√3 പ്ലസ് ഓർ മൈനസ് √b² - 4ac/2a. അതാണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ. b² - 4ac ഇതിന്റെ സ്ക്വയർ 4√3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 3 48 48 -4ac -4 into a എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ax² + bx + c ഇതാണ് b ഇതാണ് c. 4ac 4 into 1 into c എന്ന് പറഞ്ഞാൽ 3 4 3 12 12 കുറയ്ക്കുക. അപ്പൊ ഇത് 36 വരും ബൈ 2a 2 എന്ന് വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എന്തായാലും ഇവിടെ -2√3 പ്ലസ് ഓർ മൈനസ് √36 √36 എന്ന് പറയുമ്പോൾ 6 ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഇത് ഇറാഷണൽ ആണ്, അൺഈക്വൽ ആണ്. അതായത് ഇവിടെ പ്ലസ് 4√3 -4√3 പ്ലസ് 6/2 -4√3 -6/2. നമുക്ക് ആൻസർ ഒന്നും കണ്ടുപിടിക്കാൻ ചോദിച്ചില്ല. എന്താണ് ഇതിന്റെ റൂട്ടിന്റെ സ്വഭാവം എന്ന് വെച്ചിരിക്കുന്നത്? ഇറാഷണൽ ആണോ? അതെ, ഇറാഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ റൂട്ട് മാറ്റാതെ വരുന്നതാണ് ഇറാഷണൽ. പിന്നെ എന്താണ് ഇറാഷണൽ ആണ്? റാഷണൽ അല്ല. അൺഈക്വൽ ആണോ? ഈക്വൽ ആണോ? അൺഈക്വൽ ആണ്. കാരണം ഒരെണ്ണം പ്ലസും ഒരെണ്ണം മൈനസ് ആണ്. അപ്പൊ എന്തായിരിക്കും? ഇത് ഇറാഷണലും ആൻഡ് അൺഈക്വൽ ആയിരിക്കും. ഓപ്ഷൻ എ ആണ് ആൻസർ. നിങ്ങൾക്ക് b² - 4ac വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റൂട്ട് ഈക്വൽ ആണോ അൺഈക്വൽ ആണോ കണ്ടുപിടിക്കാം. b² - 4ac ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ക്രിമിനന്റ് എന്ന് പറയുന്നത്. ഡിസ്ക്രിമിനന്റ്. ഓക്കെ, ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ബേസിക് ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആപ്ലിക്കേഷൻ ആണ്. അടുത്ത ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ വേഗത്തിൽ ചെയ്യാമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് അവിടെ പോയി സമയം എടുക്കേണ്ട കാര്യമില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അബൌട്ട് ദ നേച്ചർ ഓഫ് റൂട്ട്സ്. അപ്പോൾ ഇതിനകത്ത് ഇത് അതേപോലത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന്റെ റൂട്ടിന്റെ നേച്ചർ എന്താണ്? അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? ചെയ്തേ പറ്റും. ഇവിടെ നമുക്ക് നോക്കാം എന്താണെന്ന്. ഇവിടെ x² വരും. x² മാത്രം എടുക്കും. x² വരും. ഓക്കെ, ഇതങ്ങ് സോൾവ് ചെയ്താലോ? ഇവിടെ സോൾവ് ചെയ്യാം. x² കാര്യം ഇത് ആ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കും. x² + 3x - 8 = 2 × x + 3 × x - 3. a + b - c a² - b² ആണ്. x² - 9 വരും. ഇപ്പൊ ഇവിടെ 2x² - 18 വരും. അപ്പൊ നമുക്ക് എന്ത് വരും? 2x² ഇപ്പുറത്തെ x² വരുമ്പോൾ -x², x² ഇവിടെ +3x ഉണ്ട്. അപ്പുറത്ത് വരുമ്പോൾ -3x, ഇവിടെ -8 ഉണ്ട്. അപ്പുറത്ത് വരുമ്പോൾ +8 ആവും. അപ്പം -10 = 0 ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഡിസ്ക്രിമിനന്റ് കണ്ടുപിടിച്ചാൽ. ഡിസ്ക്രിമിനന്റ് പറഞ്ഞാൽ b² - 4ac. അപ്പൊ b² - 4ac ആകുമ്പോൾ -3യുടെ സ്ക്വയർ -3 = 9 -4 × 1 × c എന്ന് പറഞ്ഞാൽ -10. അപ്പം -40 എന്ന് വരും. ഇവിടെ -40 ആകുമ്പോൾ 9 -40 9 + 40 49 എന്ന് വരും. അതിൻ്റെ അകത്തുനിന്നാണ് ഡിസ്ക്രിമിനന്റ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പൊ ഡിസ്ക്രിമിനന്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും? അവിടെ ഇമാജിനറി വരുമോ? ഇല്ല. കാര്യം റൂട്ട് 49 ഇതില്ല. -49 വന്നാലേ എന്ത് വരത്തുള്ളൂ? ഇമാജിനറി വരത്തുള്ളൂ. അതൊക്കെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇമാജിനറി റൂട്ട് അല്ല. റൂട്ട് ഇറാഷണൽ ആണോ? അല്ല. ഇവിടെ -b എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. ഇവിടെ റൂട്ട് ഒന്നും വരുന്നില്ല. റൂട്ട് ഇറാഷണൽ അല്ല. 2 റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് റൂട്ട്. 2 റിയൽ റൂട്ട് വരും. അതായത് ഇതിന്റെ റൂട്ട് എന്തൊക്കെയായിരിക്കും? -b. അതൊന്നും എഴുതേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നോക്കി തന്നെ ചെയ്യാം. റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഈക്വൽ അല്ല. കാര്യം നോക്ക് -b -3 പ്ലസ് ഓർ മൈനസ് √b² - 4ac എന്ന് 7 വരും ബൈ 2a. ഇതായിരിക്കും -3 + 7/2 -3 - 7/2. 2 ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള റൂട്ട് ആയിരിക്കും. അതുപോലെ എക്സിന്റെ വാല്യൂ ആണ്. അതുപോലെ ഇതെന്തായിരിക്കും? റിയൽ ആയിരിക്കും. അതിനകത്ത് കാര്യം എന്ന് വെച്ചാൽ റൂട്ട് വേറെ ഒന്നും വരത്തില്ല. റൂട്ട് ഇല്ലാത്ത വാല്യൂ വരത്തില്ല. അപ്പൊ ഇങ്ങനെ ആയിരിക്കും. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഹാർട്ട് ഓഫ് ആൾജിബ്ര എന്ന് പറയുന്ന ഇക്വേഷൻ. ഈ ഒരു 3 ഇക്വേഷന്റെയും വാല്യൂസ് ഞാൻ ആ ഒരു കാണിച്ച ക്ലാസ്സിൽ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ച ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ആ ഇക്വേഷൻ ഒന്നും നിങ്ങൾക്ക് എഴുതി കാണിക്കുന്നൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? അത് കണ്ട് അതിന്റെ ഇക്വേഷൻസ് പഠിക്കണം. അതിന്റെ സൊല്യൂഷൻ എങ്ങനെ ചെയ്യാം, എക്സാമിന് ഇത് കണ്ടാൽ എങ്ങനെ ചെയ്യാം. അപ്പൊ PQ + RQ + QQ + RQ - 3Q എന്ന് പറഞ്ഞാൽ P + Q + R 13 × P + Q + R the whole square 169 - 3 × PQ + QQ + RP. അതെല്ലാം ഞാൻ അവിടെ പറഞ്ഞിട്ട് 90. നമുക്ക് എത്ര വരും? 79 × 13 9 × 3 27 7 യൂണിറ്റ് വരുന്ന ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞു പോയി. പിന്നെ ഇക്വേഷൻ അവിടെ 3 ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ആ ക്ലാസ്സിൽ 3 അത് മസ്റ്റ് ആയിട്ട് പോയി കാണുക. അത് കണ്ടില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വിത്ത് റിയൽ കോഎഫിഷ്യന്റ്. നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്ര സ്പീഡിൽ പോകുന്നത്. ഓക്കെ, എത്ര കൂടുതൽ ചെയ്യിപ്പിക്കാമോ അത്രയും കൂടുതൽ ചെയ്യണം. അപ്പൊ എനിക്ക് അരമണിക്കൂർ അല്ലെങ്കിൽ 40 മിനിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് തരണം. എനിക്ക് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇത്രയും വെച്ചിട്ട് എനിക്ക് 40 മിനിറ്റ് പറയാനുള്ള കണ്ടന്റ് ഉണ്ട്.
പക്ഷെ നിങ്ങൾക്ക് അത് സ്പീഡ് കുറച്ച് കാണാം, എങ്ങനെയായാലും കാണാം. ഇത് ക്രാഷ് കോഴ്സ് ആണ്, നിങ്ങളുടെ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള CHSL ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ്. ഓക്കെ, ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വിത്ത് റിയൽ കോഎഫിഷ്യന്റ് വിച്ച് ഹാസ് റിയൽ റൂട്ട്സ് 4 and -5. അതായത് 4ഉം -5ഉം കോഎഫിഷ്യന്റ് വിച്ച് ഹാസ് റിയൽ റൂട്ട് ഏതൊക്കെയാണ്? 4ഉം -5. 4ഉം -5ഉം റൂട്ടായിട്ട് വരുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതണമെന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് തന്നു കഴിഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ഓക്കെ, റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ വാല്യൂസ് ആണ്, എക്സിന്റെ വാല്യൂസ് ആണ്. അപ്പൊ നിങ്ങളുടെ അതിന്റെ ഫോം എന്ന് പറഞ്ഞാൽ x² മൈനസ് സം ഓഫ് റൂട്ട്. ഇതാണ് ഫോർമാറ്റ്. സം ഓഫ് റൂട്ട് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്. ഇത് പഠിച്ചു വെക്കണം. റൂട്ട്സ് ഈക്വൽ ടു 0 ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പറയുന്നത്. x² മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട് ഈക്വൽ ടു 0. ഇതായിരിക്കും നമുക്ക് റൂട്ട് തന്നു കഴിഞ്ഞാൽ, റൂട്ടിന്റെ വാല്യൂ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x² മൈനസ് സം ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4ഉം -5. 4ഉം -5ഉം -1 ആണ്. അപ്പൊ -1 ഇവിടെ -1 ഇൻറ്റു എക്സ് വരും. അതായത് x² പ്ലസ് എക്സ് വരും. അപ്പൊ x² പ്ലസ് എക്സ് വരുന്ന ഓപ്ഷൻ ചെയ്തുണ്ട്. ഓപ്ഷൻ ഇത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞു. ഓപ്ഷൻ ഡി കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ x² മൈനസ് -1 ഇൻറ്റു എക്സ്, അതായത് x² പ്ലസ് എക്സ് വരും. അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. ഇനി എത്ര സെക്കൻഡ് വേണം? 10 സെക്കൻഡിനകത്ത് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഫോർമുല. ബാക്കി എന്തൊരു പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്. പ്രോഡക്റ്റ് ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ 4 × 5 -20 ആണ്. ഇവിടെ പ്ലസ് -1 -ആയി -20 ഈക്വൽ ടു 0. ഇതായിരിക്കും എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഡിസ്റ്റിങ്ക്ട് റൂട്ട്, റിയൽ റൂട്ട്, അതിന്റെ നേച്ചർ ഓഫ് റൂട്ട് കണ്ടുപിടിക്കുന്ന പഠിച്ചു. എങ്ങനെയാണ് ഡിസ്ക്രിമിനന്റ് വെച്ചിട്ട്. പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫോം പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സ്പീഡിലാണ് പറഞ്ഞത്. ഫൗണ്ടേഷനിലാകുമ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും ക്വാഡ്രാറ്റിക് മാത്രമായിട്ട് ചെയ്യുന്നു. സിംപ്ലിഫൈ. ഓക്കെ, ഇതിനെ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ആണ്. അപ്പൊ ഇവിടെ വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. സിംപ്ലിഫൈ ചെയ്യാനോ സ്ക്വയർ എടുക്കാനൊന്നും നോക്കണ്ട. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഓപ്ഷനകത്ത് എന്തുണ്ട്? എല്ലാം ഡിഫറൻറ്റ്. -ഉം പ്ലസും 58 16 അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കിടക്കുക. നിങ്ങൾ എക്സിനും വൈക്കും ഒന്ന് 1 കൊടുത്തോ. എക്സിനും വൈക്കും 1 കൊടുക്കുമ്പോൾ എന്ത് വരും? ഇത് -1ന്റെ സ്ക്വയർ 1, ഇവിടെ 9 സ്ക്വയർ 81, പ്ലസ് ഇവിടെ 4 5 9, 9 ഇൻറ്റു -1 എന്ന് വെച്ചാൽ -9. അപ്പൊ അതായത് 82 -9 73 പറഞ്ഞു. എക്സിനും വൈക്കും 1 കൊടുത്താൽ 73 വരുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ -58ഉം 16 73 വരത്തില്ല. 57ഉം 16 73 വരും. ഫോൾഡ് ചെയ്യാം. 58ഉം 16 74 ആണ്. ഇതല്ല. -57ഉം -16 എന്തായാലും 73 വരത്തില്ല. ഓപ്ഷൻ ബി എന്ത് ചെയ്തു? ഇതെന്താണ്? 10 സെക്കൻഡിന്റെ സൊല്യൂഷൻ. അപ്പൊ ബാക്കിയുള്ളവരിന്ന് ഇതൊക്കെയാണ് ഇതിന് സ്മാർട്ട് ആയിട്ടുള്ള വേ എന്ന് പറയുന്നത്. അപ്പം ഇത് ഇപ്പൊ പറയുമ്പോൾ ഓക്കെ ആയിരിക്കും. എക്സാമിന് പോയി പ്രാക്ടീസ് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ എക്സാമിന് പോയി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. പ്രാക്ടീസ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. ഇപ്പൊ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇങ്ങനെയാണ് എക്സിനും വൈക്കും 1 കൊടുക്കും. പക്ഷെ അല്ലാതെ നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് ഇത് പ്രാക്ടീസ് ചെയ്യാണ്ട് പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ പോയിട്ട് ടെൻഷൻ ആവുന്ന ആ ഒരു സ്ട്രെസ് ആയിട്ടുള്ള സമയത്ത് നിങ്ങൾ സ്ക്വയർ എടുക്കും. 4x സ്ക്വയർ 16x² പ്ലസ് 25y² a പ്ലസ് b ഹോൾ സ്ക്വയർ -20xy. ഇനി അടുത്ത ഇതിന്റെ സ്ക്വയർ എടുക്കും. ഇത് പ്രോഡക്റ്റ് മൾട്ടിപ്ലൈയും എല്ലാം ചെയ്തൊരു 4-5 സ്റ്റെപ്പ് എഴുതിയിട്ട് എന്ത് ചെയ്യും? കണ്ടുപിടിക്കും. അപ്പൊ അങ്ങനെ ഒരാൾ ചെയ്യുന്നതും നന്നായിട്ട് പഠിക്കണമെങ്കിൽ എന്ത് വേണം? ബേസ് വേണം. അപ്പൊ അങ്ങനെ പഠിച്ച് ഒരാൾ 10 സെക്കൻഡ് ചെയ്യുന്നതും ഇത് എത്ര സമയം എടുക്കും? 1 മിനിറ്റ് എന്തായാലും എടുക്കും. ഇത് 10 സെക്കൻഡിനകത്ത് എടുക്കും. അപ്പൊ ആ ഒരു 50 സെക്കൻഡിന്റെ ഒക്കെ ഡിഫറൻസ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് റീസണിങ്ങിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ മാത്സിന് തന്നെ നല്ല ക്വസ്റ്റ്യൻസ് അത് ഉപയോഗിക്കും. അപ്പൊ ഇങ്ങനെ ഇത് പഠിച്ചുകൊണ്ട് വന്ന ഒരാൾ ബാക്കി ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും? നന്നായിട്ടായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയാണ് എന്റെ ഒരാളുടെ മാത്സ് സ്ട്രോങ് ആവുന്നത്. ഒരിക്കലും കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാവുന്ന കാര്യമല്ല അത്. നല്ല പ്രാക്ടീസ് വേണം, നല്ല മെത്തേഡ്സ് വേണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത ദിവസം 1 ഓഫ് ദ റൂട്ട് വിത്ത് റാഷണൽ കോഎഫിഷ്യന്റ് ഇത്രയാണ് 2 + √3 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എത്രയാണ്? അപ്പോൾ 1 ഓഫ് റൂട്ട് ഇങ്ങനെയാണെങ്കിൽ a+√b ആണെങ്കിൽ അതർ റൂട്ട് എന്ന് പറഞ്ഞാൽ a-√b ആവും. അത് ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഒരു റൂട്ട് 2 + √3 ആണെങ്കിൽ അടുത്ത റൂട്ട് എന്താണ്? 2 - √3 ആണ്. കാര്യം ആ a പ്ലസ് -b + or - വരുമല്ലോ. √b² - 4ac. ഇതിന് ഇവിടെ വരെ ചേഞ്ച് ഒന്നുമില്ല. ഇത് 2 + √3 ആണെങ്കിൽ ഇത് 2 - √3 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? x² മൈനസ് സം ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 + √3 പ്ലസ് 2 - √3 -4x x² - 4x വരുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഡി ഉള്ളൂ. പിന്നെ നിങ്ങൾ പ്രോഡക്റ്റ് റൂട്ട് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. +1 ആയിരിക്കും. 2 + √3 2 - √3. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കിട്ടും. നേരത്തെ നമ്മൾ പഠിച്ച അതേ സിംപ്ലിഫൈ. ഇതിനെ സിംപ്ലിഫൈ ആണ്. നിങ്ങളൊന്നും നോക്കണ്ട. x² എവിടെ വരും നോക്കാം. ഇവിടെ 3x² ഉണ്ട്. ഇവിടെ -5x² ഉണ്ട്. വേറെ x² ഒന്നും വരത്തില്ല. അപ്പോൾ -2x² ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് വരുന്നത്. ഇതുമല്ല. ഇനി 21x ഇവിടെ 2 സെയിം ആണ്. അപ്പോൾ എക്സിനെ നോക്കിയിട്ട് കാര്യമില്ല. 6 ആണോ 7 ആണോ കോൺസ്റ്റന്റ് വരുന്നത് നോക്കാം. ഇവിടെ എത്ര വരും? ഇവിടെ കോൺസ്റ്റന്റ് ഒന്നുമില്ല. ഇവിടെ -5x ഇവിടെ കോൺസ്റ്റന്റ് ഇല്ല. +7 മാത്രമേ കോൺസ്റ്റന്റ് ആയിട്ടുള്ളൂ. 7 ആയിരിക്കും കോൺസ്റ്റന്റ്. ഓപ്ഷൻ ഇത് എത്രയാണ്? 10 സെക്കൻഡിനകത്ത് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഓൾജിബ്ര എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാമെങ്കിൽ നല്ല രീതിയിൽ സ്പീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അടുത്തത് ആൽഫയും ബീറ്റയും റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ ആണ്. വാല്യൂ ഓഫ് α β - 1/α + 1/β. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ
ഫുൾ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് റൂട്ടാണ്. അപ്പം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ax² പ്ലസ് bx പ്ലസ് c ഇതൊക്കെ നോട്ട് എഴുതി പഠിക്കണം ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഇതിന്റെ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞാൽ c/a ആണ്. c/a, അതായത് കോൺസ്റ്റന്റ് ബൈ എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ്. ഈ സം ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാലോ -b/a. ഇവിടെ b എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന്റെ കോഫിഷ്യന്റ്, a എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ കോഫിഷ്യന്റ്. ഇവിടെ ആൽഫ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഇതിനകത്ത് പ്രോഡക്റ്റ് ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ആൽഫ ബീറ്റ. സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ട, പ്രോഡക്റ്റ് കണ്ടുപിടിച്ചാൽ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞാൽ c/a 6/1 6 മൈനസ് 1/α പ്ലസ് 1/β എന്ന് പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ ബൈ ആൽഫ ബീറ്റ ആണ്. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ സം ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ -b/a. -b എന്ന് പറഞ്ഞാൽ b ഇതാണ്, മൈനസ് +5 ആണ്, -5/1. അപ്പൊ -5 ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ എന്നാൽ 6 ആണ്. 36 മൈനസ് -5 41/6. ഓപ്ഷൻ ഡി എന്ത് ചെയ്യാം? ആൻസർ ചെയ്യും. അപ്പൊ ഇങ്ങനെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ എല്ലാ കാര്യങ്ങളും. അടുത്തത് ഇനി നമുക്ക് ഓൾജിബ്രയുടെ ഇത് വേറെ ക്വസ്റ്റ്യൻസ് ഉള്ള x + y + z 0 ആണെങ്കിൽ വാട്സ് വാല്യൂ ഇതിന്റെ വാല്യൂ. ഇത് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. a + b + c 0 ആണെങ്കിൽ a³ + b³ അതായത് 3 നമ്പേഴ്സിന്റെ സം 0 ആണെങ്കിൽ അതിന്റെ ക്യൂബിന്റെ സം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 ഇൻറ്റു ആ 3 നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. ഇതെല്ലാം പാർട്ട് ഓഫ് ഓൾജിബ്ര എന്ന് പറഞ്ഞ് ഞാൻ ആ ഒരു ക്ലാസ്സിൽ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? LCM നമുക്ക് എടുക്കാം. എക്സ് കാണുമ്പോൾ തന്നെ 3 ആണ് ആൻസർ. XYZ ആണ്. ഇത് പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്താണ് LCM? ഞാൻ XYZ കൊടുത്തു. ഇവിടെ XYZ വരണമെങ്കിൽ ഇവിടെ എന്തിന്റെ കുറവുള്ളത്? എക്സിന്റെ കുറവാണ്. മേളിൽ എന്ത് ചെയ്യണം? മേളിൽ താഴെ XYZ ആക്കുവാണ്. ഇവിടെ XYZ ആക്കണം. XYZ ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ X കൊണ്ട് വിളിക്കാം. താഴെ എന്താ XYZ ആകും. ഇവിടെ എന്തില്ല? Y ഇല്ല. Y കൊണ്ട് വിളിക്കുമ്പോൾ താഴെ Y കൊണ്ട് വിളിക്കും. ഇവിടെ XYZ ആവും, ഇവിടെ Y³ ആവും. ഇവിടെ Z താഴെ Z ഇല്ല, മേളിൽ താഴെ Z കൊണ്ട് വിളിക്കും. XYZ ആവും, ഇത് Z ന്റെ ക്യൂബ് ആവും. ഇപ്പൊ മേളിൽ എന്ത് വരും? x³ + y³ + z³. ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ x³ + y³ + z³ എപ്പോഴാണ്? 3xyz ആണ്. ഇപ്പോൾ x + y + z 0 ആവും. അപ്പൊ ഇത് ഓരോ ടൈമിന് വരും. എക്സിന് വരും വലിയ ടേംസ് വരും, വൈക്ക് വരും വലിയ ടൈം വരും, സെഡിന് വരും വലിയ ടൈം വരും. നിങ്ങൾ പഠിക്കണത് ഇങ്ങനെ പഠിച്ചാൽ 3 നമ്പേഴ്സിന്റെ സമ്മ് 0 ആണെങ്കിൽ അതിന്റെ ക്യൂബിന്റെ സം എന്തായിരിക്കും? 3 ഇൻറ്റു ആ 3 ടൈം ആയിരിക്കും. അത് എക്സോ വൈയോ ഇസഡോ എന്തോ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതെന്ന് പറഞ്ഞാൽ 3xyz ആണ്. 3 ഇൻറ്റു xyz ഇവിടെയും വരും, ഇവിടെ xyz ഉണ്ട്, രണ്ടും വേണ്ടി പോയി ആൻസർ 3 എന്ന് വരും. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എങ്ങനെ ചെയ്യേണ്ടത്? xyz ആണ്, 3xyz/xyz 3 പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ. a + b + c വന്നിട്ടുണ്ട്, a³ + b³ വന്നിട്ടുണ്ട്, abc വന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇത്. അപ്പൊ ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ആണ്. a³ + b³ + c³ - 3abc = a + b + c × a² + b² + c² - ab - bc - a. ഇതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ഇക്വേഷൻ. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? a³ + b³ + c³ 85 - 3abc - 75 10 = 5 ഇൻറ്റു ഇതാണ്. അപ്പം 10 = 5 ഇൻറ്റു ഇതാണ്. അപ്പൊ 10/5 2 ഇതാണ്. ആൻസർ എന്ത് കിട്ടും? 2 കിട്ടും. പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യണം. ഇക്വേഷൻ ഒക്കെ ആ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കാണിച്ച ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് നോട്ടായിട്ട് എഴുതി വെച്ചാൽ അത് നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം. x+1/6 ആണെങ്കിൽ ഇതിന്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ മേളിൽ താഴെ x കിടക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സിനെ ഒന്ന് ഡിവൈഡ് ചെയ്താൽ മേളിൽ താഴെ ഒരേ ഓപ്പറേഷൻ ചെയ്താൽ ഒരു ചേഞ്ച് വരത്തില്ല വാല്യൂവിന്. അപ്പം x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, ഇവിടെ എന്താ x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2x² + 2. ഇപ്പോൾ 2 കോമൺ എടുത്തു. x²നെ x² x ഡിവൈഡ് ചെയ്യുമ്പോൾ x കിട്ടും, പ്ലസ് ഇവിടെ 2 എടുത്തു. ഇവിടെ ബാക്കി ഒന്നുള്ളത് 1/x -5 എന്ന് കിട്ടും. 5x ന് x പോകും. അപ്പൊ 3/2 × x+1/x 6 ആണ്. 2 × 6 എന്ന് പറഞ്ഞാൽ 12, 12 - 5 7, 3/7. ഓപ്ഷൻ ബി എന്ത് ചെയ്യും? ആൻസർ കൊടുക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 16 ക്വസ്റ്റ്യൻ ചെയ്തു. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. യെസ്, സം ഓഫ് നമ്പേഴ്സ് വന്നിട്ടുണ്ട്, പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്, അബ്സല്യൂട്ട് ഡിഫറൻസ്. ഓക്കെ, അപ്പൊ ഇത് ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്യുന്നവർക്കുള്ള ഒരു ഉപകാരം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ 315 കാണുമ്പോൾ തന്നെ 7ന്റെ മൾട്ടിപ്പിൾ ജസ്റ്റ് ഒന്ന് നോക്കുക. പ്രൈം നമ്പർ ഏതെങ്കിലും മൾട്ടിപ്പിൾ ആണെന്ന് നോക്കുക. 7ന്റെ മൾട്ടിപ്പിൾ നമുക്ക് 7 × 44 ബാക്കി 45 എന്ന് എഴുതാം. അപ്പോൾ 7 × 45 ഇത് ഇതിന്റെ സമ്മതല്ല, ഇത് 54. അപ്പോൾ ഒരു 3 ഇങ്ങോട്ട് കൊടുക്കാം. അപ്പം 21 × 15 വരും. 21 × 15 315 ആണ്. സമ്മത്രമാണ് 36 ആണ്. അപ്പൊ നമുക്ക് നമ്പേഴ്സ് കിട്ടി 21 15. അപ്പൊ ഇത് എപ്പോഴാണ് കിട്ടുന്നത്? ഇത് ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്ത് ഒരു 3-4 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് നമ്പേഴ്സ് നിങ്ങളുടെ ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് നമ്പേഴ്സിനെ എത്രത്തോളം പരിചയപ്പെടുന്നു അത്രത്തോളം നിങ്ങൾക്ക് മാത്സ് ഇൻട്രസ്റ്റിംഗ് ആവും. അപ്പോൾ 21 15 ആണ് നമ്പേഴ്സ്. ഡിഫറൻസ് പറഞ്ഞാൽ എത്ര വരും? 21 - 15 6. വേറെ ഒന്നും ചെയ്യണ്ട. ഇതെന്താണ്? ഇത് എത്ര സെക്കൻഡ് സൊല്യൂഷൻ? 15, മാക്സിമം 15 സെക്കൻഡ്. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? സം ഓഫ് a + b = 36 എന്ന് എഴുതും, ab = 315 എന്ന് എഴുതും. എന്നിട്ട് a - b² = a + b² ന്റെ കൂടെ എന്ത് ചെയ്യണം? -4ab എന്ന് എഴുതും. എന്നിട്ട് a - b = √(a + b² 36ന്റെ സ്ക്വയർ അത് കണ്ടുപിടിക്കണം. 1296
-4 ഇൻറ്റു 315 ഇൻറ്റു 4 എന്നൊക്കെ ചെയ്ത് റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇത് റൂട്ട് 36 കിട്ടും. ആൻസർ എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഒരാളും എന്താണ് ഇത് പ്രോബ്ലം നിങ്ങൾക്ക് പറ്റും. ഞാൻ പറഞ്ഞ രീതിയിൽ ഫോളോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും പറ്റും, അല്ലെങ്കിൽ പാടാം. ചെയ്ത് നോക്കാം കേട്ടോ. വാട്ട് ക്യാൻ ബി ദ പോസിബിൾ സൊല്യൂഷൻ ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ? അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇത് സൊല്യൂഷൻ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നോ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ കോഎഫിഷ്യന്റ് a1/a2 ഈക്വൽ ടു b1/b2 നോട്ട് ഈക്വൽ ടു c1/c2. ഓക്കെ, ഇത് a1, ഇത് a2, b1, b2, c1, c2 ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നോട്ട് ഈക്വൽ ആണെങ്കിൽ എന്താണ് ഇത് നോ സൊല്യൂഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഇതൊന്നും പഠിക്കണ്ട. നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി ഇതൊന്നും ചെയ്യേണ്ട. ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എക്സിന് 4 ഇട്ട് കൊടുക്കുക, എക്സിന് 2 ഇട്ട് കൊടുക്കുക, അപ്പൊ 4 വരും. വൈക്ക് 3 ഇട്ട് കൊടുക്കുക, 4 ഇവിടെ 9 വരും. 4 9 13 ആണോ? അല്ല, സാറ്റിസ്ഫൈ ചെയ്തില്ല. അപ്പൊ ഇതെല്ലാം വരും. എക്സിന് 2 കൊടുക്കുക 4, വൈക്ക് 4 കൊടുക്കുക 12, 12 4 16 7 അല്ല ഇതല്ല. എക്സിന് 4 കൊടുക്കുക 8, വൈക്ക് 3 കൊടുക്കുക 3 3 9 8 9 17 ആണ്, 7 അല്ല, ഇതുമല്ല. അപ്പൊ ഇതല്ല ഒരു വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. എൻ്റെ അർത്ഥം എന്താണ്? ഇതിന് സൊല്യൂഷൻ ഒന്നുമില്ല, നോ സൊല്യൂഷൻ. നോ സൊല്യൂഷന്റെ കണ്ടീഷനാണ്, പക്ഷെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ വേണമെങ്കിൽ ഇതിനെ ആക്കിയിട്ട് എന്ത് ചെയ്യാം? 2/3 ഈക്വൽ ടു 3/9 നോട്ട് ഈക്വൽ ടു 7/3. എന്നാൽ 2/6 എന്ന് പറഞ്ഞാൽ 1/3 ആണ്. ഇതും എന്താണ്? 1/3 ആണ്. രണ്ടും ഈക്വൽ ആയി, നോട്ട് ഈക്വൽ ടു c1/c2. ഇതിന്റെ കണ്ടീഷൻ പറഞ്ഞാൽ നോ സൊല്യൂഷൻ ആണ്. എല്ലാം ഈക്വൽ ആണെങ്കിൽ ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ ആണ്. അടുത്തത് x² - √x + 1 0 ആണ്. വാട്ട്സ് വാല്യൂ ഓഫ് x റേഷ്യോ 5? x റേഷ്യോ 5 എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചത്? x² + 1/2 x³ + 1/3 - x + 1/x. ഇതൊക്കെ ഞാൻ ആ CGL ഫസ്റ്റ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ന് കാണിച്ച ക്ലാസ്. ഇവിടെ എന്ത് ചെയ്യാം? x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ x + 1/x ഈക്വൽ ടു √8 എന്ന് കിട്ടും. ഇതൊക്കെ മൈൻഡിൽ ചെയ്യേണ്ടതാണ്. ഇത്ര ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, x കൊണ്ട് ഡിവൈഡ് ചെയ്യുക എല്ലായിടത്തും. x + 1/x ഈക്വൽ ടു √8. അപ്പോൾ ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? സ്ക്വയർ ടൈം എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എങ്ങനെയാണ്? സ്ക്വയർ ടൈം എന്ന് പറഞ്ഞാൽ x + 1/x എന്നുണ്ട്, x + 1/2 ഇതിന്റെ സ്ക്വയർ -2 8 - 2 6 ഇൻറ്റു ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? k³ - 3k. k³ എന്ന് പറയുമ്പോൾ 8 √8 8 √8 മൈനസ് 3k 3 √8 അതായത് 5 √8 മൈനസ് √8 x + 1/x അത് √8. എത്ര കിട്ടും? ഇത് 30 √8 മൈനസ് √8 29. ഇതിന്റെ കാര്യങ്ങളൊക്കെ ആ ഒരു ബേസിക് ക്ലാസ്സിൽ ഉണ്ട്. ഞാൻ എന്ന് പറയുന്നത് x + 1/x 2 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്ര ആയിരിക്കും? എക്സിന്റെ വാല്യൂ 1 ആയെങ്കിൽ വരത്തുള്ളൂ. x + 1/x 2 എന്ന് എവിടെ കണ്ടാലും x 1 ആണ്. x⁴ + 1/x 4 എന്ന് പറയുമ്പോൾ 1 + 1 2 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, 20 ദിവസം കഴിഞ്ഞു. അടുത്ത ദിവസം ഇത് ഒരുപാട് പേര് കണ്ടിട്ടുള്ള 2019 ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഡൗട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെ വേഗത്തിൽ ചെയ്യാം? x + y = 1/3 + z + y = 1/3 ഇത് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? +x + z = 1/3 = 0 ആണ്. അപ്പൊ 3 ടേമിന്റെ സം 0 ആണ്. അപ്പൊ 3 ടേമിന്റെ സം 0 ആണെങ്കിൽ ഞാൻ പറഞ്ഞു ടേം വലിയ ടേം വരും. നേരത്തെ നമ്മൾ x + y + z 0 ആണെങ്കിൽ x³ + y³ + z³ = 3xyz പഠിച്ചു. ഇവിടെ 3 ടേമിന് ആ എക്സിന് വരെ x + y എന്ന് വന്നു, വൈക്ക് വരെ x + y എന്ന് വന്നു, z വരെ x + z എന്ന് വന്നു. അതെന്തോ ആയിക്കോട്ടെ. 3 ടേമിന്റെ സം 0 എന്ന് കിട്ടി. അപ്പൊ അതിന്റെ ക്യൂബ് എടുക്കുക. ഇതിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന്റെ ക്യൂബ് എടുത്തു. ക്യൂബ് എന്ന് പറഞ്ഞാൽ x + y യുടെ ക്യൂബ് റേസ് 1/3 ക്യൂബ്. ക്യൂബ് വരുമ്പോൾ എന്താവും? ഈ 3 1/3 മൾട്ടിപ്ലൈ ചെയ്ത് 1 ആവും. അപ്പൊ നമുക്ക് എന്ത് പറയാം? x + y + z + y + x + z അതായത് 2 ഇൻറ്റു x + y + z എല്ലാം ഉണ്ട് ഈക്വൽ ടു 3 ഇൻറ്റു അതിന്റെ ക്യൂബിന്റെ സം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 ഇൻറ്റു അതിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. 3 ഇൻറ്റു x + y റേസ് 1/3 ഇൻറ്റു z + y റേസ് 1/3 ഇൻറ്റു x + z റേസ് 1/3 വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി നോക്കാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? x + y ഓക്കെ y ഇൻറ്റു z + y ഇൻറ്റു x + z മൊത്തത്തിൽ ഞാൻ എന്ത് ചെയ്യണം? 1/3 കൊടുക്കണം. റേസ് ടു 1/3. ഓക്കെ, സ്റ്റെപ്പ് മാക്സിമം സ്കിപ്പ് ചെയ്യാം. അപ്പൊ ഇത് 2/3/2 ആയി. ഈ 2 താഴെ വന്നു. ഇനി എന്ത് ചെയ്യണം? ക്യൂബ് എടുക്കുകയാണ്. അപ്പൊ x + y + z ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ x³ + y³ + z³ + 3 ഇൻറ്റു x + y ഇൻറ്റു y + z ഇൻറ്റു z + x. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യുക? ക്യൂബ് ചെയ്യുക. അപ്പോൾ 27/8 ഇൻറ്റു ഈ സാധനം തന്നെ വരും x + y ഇതിന്റെ 1/3 ക്യൂബ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതേ സാധനം തന്നെ വരും. അങ്ങനെ ഞാൻ k എന്ന് കൊടുക്കണം. ഇതേ സാധനത്തിന് ഞാൻ k എന്ന് കൊടുക്കണം. അപ്പൊ നമ്മുടെ ആൻസർ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? x³ + y³ + z³ ഇതാണ് വേണ്ടത്. ഇതിന്റെ വാല്യൂ എന്ത് വരും? നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ആൻസർ എന്ന് പറഞ്ഞാൽ 27/8 kയിൽ നിന്നും ഇവിടെ 3k കുറയ്ക്കുക. എന്ത് കിട്ടും? 27/8 - 3k എന്ന് പറഞ്ഞാൽ k കോമൺ എടുത്താൽ 27 - 24 3 3/8 k എന്ന് വരും. kയുടെ വാല്യൂ എന്താണ്? x + y y + z z + x. 3/8 ഇൻറ്റു x + y y + z z + x. ഇതിനെ ഏറ്റവും സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഒരുപാട് പേജ് എഴുതേണ്ടി വരും. ഓക്കെ, നമുക്ക് ആൻസർ നിങ്ങൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ. എക്സിന്റെ വാല്യൂ -1 അല്ല 2 അല്ല 5 അല്ല. എന്താ വാല്യൂ ഓഫ് സിംപ്ലിഫൈഡ് വാല്യൂ വേണ്ടത്?
-1ഉം 2ഉം 5ഉം അല്ലെങ്കിൽ നമുക്ക് എക്സിന് ഏത് വാല്യൂ കൊടുക്കാം. എക്സിന് എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. പ്രൊവൈഡഡ് അടിയിൽ എന്താ എഴുതുന്നത്? ഡിനോമിനേറ്റർ 0 ആവും. ഇവിടെ 0 കൊടുക്കുമ്പോൾ ഒരിക്കലും ഡിനോമിനേറ്റർ 0 ആവത്തില്ല. കാര്യം ഇവിടെ എന്തുണ്ട്? എല്ലാത്തും നോൺ 0 എക്സ് ഇല്ലാത്ത കോഎഫിഷ്യന്റ് ഉണ്ട്. നമുക്ക് ഇതൊന്നും ചെയ്ത് നോക്കാം. അപ്പൊ അതിന് സാറ്റിസ്ഫൈ ചെയ്തേ പറ്റൂ. ഇതല്ലെങ്കിൽ ബാക്കിയുള്ളതും സാറ്റിസ്ഫൈ ചെയ്യാം. 2 ഇൻറ്റു ഇതെന്താ? ഇത് 0 -8 ഇൻറ്റു 2 -16 ബൈ എന്താണ്? 0 0 -2 അതായത് 8 ഇൻറ്റു ഇവിടെ 0 0 1 1 ബൈ 0 0 -5 ഡിവൈഡഡ് ബൈ ഇൻറ്റു ആക്കാം. ഡിനോമിനേറ്റർ ആദ്യം എഴുതാം. 0 -15 ഡിവൈഡഡ് ബൈ 0 0 4. എന്ത് കിട്ടും? മൈനസും പോയി. ഇവിടെ 3 വന്നു, 4ഉം ഇതും പോയി. 2 ഇൻറ്റു 3 6 ആണ്. അപ്പൊ ഇതിനേക്കാൾ ബെസ്റ്റ് സൊല്യൂഷൻ വേറെ ഇല്ല. ഇതാണ് സ്മാർട്ട് ആയിട്ടുള്ള സൊല്യൂഷൻ. ഓക്കെ, നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യാനൊക്കെ അറിയാം. x³ - 8 x - 2 × x² പ്ലസ് അതിന്റെ വാല്യൂ a³ - b³ ഒക്കെ എഴുതി വെട്ടിക്കളഞ്ഞ് ചെയ്യുന്നവരുണ്ട്, അറിയാം. പക്ഷേ എക്സാമിന് അതാണോ വേണ്ടത്? എക്സാം ഇങ്ങനെ ചെയ്യുന്ന ഒരാളും മറ്റേ ചെയ്യുന്ന ഒരാൾക്ക് അറിയാം, കാര്യങ്ങളൊക്കെ അറിയാം, സെറ്റാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതും ഇതും തമ്മിലുണ്ട് വ്യത്യാസമുണ്ട്. ഇതിനാണ് നമ്മൾ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ക്യൂബ് മൂന്നെണ്ണത്തിന്റെ ക്യൂബിന്റെ സം എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു അതിന്റെ പ്രോഡക്റ്റ്. ഇതേ അങ്ങനെയാണെങ്കിൽ ആ ഒബ്സർവേഷൻ ആണ് നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നത്. കുറെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശരിയാണ്. അപ്പോൾ ഇതിന്റെ ക്യൂബിന്റെ സം എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു അതിന്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ എന്ത് പറയാം? ഒന്നുകിൽ a + b + c 0 ആവാം. if a + b + c 0 ആയി കഴിഞ്ഞാൽ a³ + b³ + c³ = 3abc ആണ്. അല്ലെങ്കിൽ a = b = c ആയാലും എന്ത് പറയാം? ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. നോർമലി ഇത് നമ്മൾ എടുക്കാറില്ല. a + b + c 0. ഇവിടെ x ≠ 1/3 തന്നിട്ടുണ്ടല്ലോ. അതെന്തിനാ നോക്കാം. a + b + c 0 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3x 4x 7x 2x 10x 7x 9x. ഇനി +1ഉം -1ഉം പോയി -3. പറ്റേ 9x - 3 = 0 ആണ്. അപ്പൊ 9x = 3 ആണ്. x = 1/3 കിട്ടും. ശരി, x = 1/3 ആണോ? അല്ല. x ≠ 1/3 ആയാൽ x-ന്റെ വാല്യൂ എത്താം. അപ്പൊ എന്ത് വേണം? നമ്മൾ ഈ കണ്ടീഷൻ എടുക്കണം. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ എന്താവുന്നത്? ഇമ്പോർട്ടന്റ് ആവും. ഓക്കെ, ഈ കണ്ടീഷനിൽ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇക്വേഷൻ ഇനി വരുന്നതാണ്. a = b = c ഏതെങ്കിലും രണ്ടെണ്ണം ഈക്വൽ കൊടുക്കുക. 3x - 1 = 4x - 3. നമുക്ക് എന്ത് കിട്ടും? 4x ന്ന് 3 x = -1 + 3 2 എന്ന് കിട്ടും. 2 വരുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് ഈക്വൽ ചെയ്ത് കൊടുത്താലും എന്ത് ചെയ്ത് പറ്റും? സാറ്റിസ്ഫൈ ചെയ്ത് പറ്റും. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തെറ്റാണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. a - b യുടെ വാല്യൂ വന്നിട്ടുണ്ട്, 2ab വന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ of a + 2. ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് വാല്യൂസിന്റെ വേറെ പരിപാടി ഒന്നും പറ്റത്തില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ a + 2b യുടെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? a - 2b യുടെ ഹോൾ സ്ക്വയർ. അതിനകത്ത് എന്ത് ചെയ്യണം? ഇവിടെ 8ab വേണം അല്ലേ? 4ab വേണം. 2 × 2a × a + b ഹോൾ സ്ക്വയർ. ഇവിടെ എന്ത് വരും? -4ab. അതിനെ മാറ്റാൻ വേണ്ടി 8ab ആഡ് ചെയ്യണം. എങ്കിലേ ഇവിടെ എന്താവത്തുള്ളൂ? +4ab എടുത്തുള്ളൂ. ഇത് സാറ്റിസ്ഫൈ ചെയ്തു. നമ്മുടെ ആൻസർ എന്ത് വരും? ഇതിന്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? a - 2b ഹോൾ സ്ക്വയർ. 8ന്റെ സ്ക്വയർ 64 പ്ലസ് 2ab 9 ആണെങ്കിൽ 8ab എന്ത് വരും? 2 × 4 ആണ് 9 × 4 36 100 എന്ന് വരും. a + 2b ഹോൾ സ്ക്വയർ 100 ആണെങ്കിൽ a + 2b എത്രയാണ്? 10 എന്ന് കിട്ടും ഓപ്ഷൻസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അല്ലാതെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ കിട്ടത്തില്ല. പിന്നെ നമ്മൾ 25ഓളം ക്വസ്റ്റ്യൻസ്, ക്വാളിറ്റി മെത്തേഡ്സ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അറിയത്തില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് ഇത് ചെയ്തത്. ക്വാഡ്രാറ്റിക് ഇക്വേഷനോടെ ഞാൻ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് യൂസ്ഫുൾ ആവും. യൂസ്ഫുൾ ആയില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു, യൂസ്ഫുൾ ആയാലും പറഞ്ഞു. ക്വാഡ്രാറ്റിക് ഇക്വേഷനും എല്ലാം ഓൾജിബ്രയും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു റിവിഷൻ പോലെ ചെയ്തിട്ടുണ്ട്. ഓൾജിബ്രയ്ക്ക് ആവശ്യം പോലെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ ജോമെട്രിക്ക് 2 ക്ലാസ് ചെയ്യും. 2 ക്ലാസ്സിൽ മാക്സിമം ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ക്ലാസ്സുകളെല്ലാം ഞാൻ സ്പീഡിലാണ് എടുത്തത്. എനിക്കറിയാം ഇത് നിങ്ങൾക്ക് 1.5 മണിക്കൂർ പഠിപ്പിക്കേണ്ട സാധനമാണ്. പക്ഷേ എന്താണ്, നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ, ക്വസ്റ്റ്യൻസ് കുറെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്പീഡിൽ ചെയ്തത്. സ്പീഡ് കുറച്ച് 0.75x 0.5x അതൊന്നും പ്രശ്നമല്ല. നിങ്ങൾ പഠിച്ചെടുക്കുക, കാര്യങ്ങൾ സെറ്റാക്കി എടുക്കുക. നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. നിങ്ങൾ അല്ലാതെ ഉള്ള സ്ഥലത്ത്, ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈൻ ആയിക്കോട്ടെ, പോയി പഠിക്കുന്ന, നിങ്ങളെ പഠിപ്പിക്കുന്ന മെത്തേഡ്സ്, ഇതിലുള്ള ഞാൻ പറഞ്ഞ മെത്തേഡ്സ് തമ്മിലുള്ള വ്യത്യാസം ഒരു ക്വസ്റ്റ്യനിലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി എല്ലാ ക്ലാസ്സുകളും, എൻ്റെ ക്ലാസ്സുകൾ തിരഞ്ഞു പിടിച്ച് കാണും. അതെനിക്ക് ഉറപ്പാണ്. അങ്ങനെ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ യൂസ് ഉണ്ടാവും. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതുപോലെ തന്നെ ഡെയിലി എക്സസൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഒന്നും പഠിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ CHSന് വേണ്ടി ജസ്റ്റ് ഈ ഒരു ക്രാഷ് കോഴ്സ് കണ്ടുപോകുക. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ക്രാഷ് കോഴ്സിൽ ഓരോന്നിലും ഞാൻ ഏതൊക്കെ ബേസ് ക്ലാസ്സുകൾ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ കണ്ട് സെറ്റാക്കി പോവുക. അതിനുള്ള സമയം നിങ്ങൾക്ക് എന്തായാലും ഉണ്ട്. അത് കണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്തു പോകാം. നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ആവറേജ് മാർക്ക്, ഞാൻ ഒരിക്കലും ഫുൾ മാർക്ക് എന്ന് പറയുന്നില്ല, കാര്യം ഒരുപാട് പഠിക്കണം. ആവറേജ് മാർക്കിലോട്ട് എത്താൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് അടുത്ത എക്സാംസിന് അത് ഇമ്പ്രൂവ് ആക്കി. നിങ്ങൾക്ക് കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബാക്കി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓഫ്ലൈൻ ക്ലാസിൻ്റെയും എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കി അതെല്ലാം എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് പഠിക്കാവുന്നതാണ്. ഓക്കെ, എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ജിയോമെട്രിയുടെ ക്വസ്റ്റൻസ് ആയിട്ട് കാണാം. ഓക്കെ, CGL റാങ്ക് മേക്കിംഗ് സീരീസും എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ.